പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഈസിയസ്റ്റ് വേ എന്താണ്? എനിക്ക് ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഇല്ല. അപ്പം ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ബ്രാൻഡിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. നമ്മൾ എന്താണോ നിഷ്, ആരാണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ക്രിയേറ്റ് എ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോ പോലും എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഓൺലൈൻ പ്രസൻസ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന പോലെ തന്നെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് എന്നെ എങ്ങനെ ആളുകൾ കാണണം എന്നുള്ളത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, എന്താണ് നിഷ് എന്ന് നമ്മൾ ക്ലാരിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇവർ എവിടെയാണ്, ഏത് സോഷ്യൽ മീഡിയയിലാണ് ഉള്ളത്, അവിടെ ആയിരിക്കണം നമ്മുടെ കണ്ടന്റുകൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് കണ്ടന്റ് ക്രിയേഷനാണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് സെലക്ട് ചെയ്തു, അവരുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം നമ്മൾ വാല്യൂയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഈ വാല്യൂസ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡാവും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ആൻസേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ ബിൽഡ് എ കമ്മ്യൂണിറ്റി അറൗണ്ട് ദാറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഈസി ആയിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും.